മലയേരീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാവയ്ക്ക എങ്ങനെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് വറക്കാമെന്ന് നോക്കാം. പാവയ്ക്ക രണ്ടാക്കി മുറിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. ഇത് എന്നിട്ട് നമുക്ക് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. നമ്മൾ പാവയ്ക്ക കഷ്ണമൊക്കെ കഴുകി അരമണിക്കൂർ നമ്മൾ ഉപ്പും വെള്ളത്തിലിട്ടതിന് ശേഷം നല്ല വെള്ളത്തിൽ 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ടാണ് നന്നായിട്ട് ഉപ്പും വെള്ളത്തിലിടണമെന്ന് പറഞ്ഞത്. അരമണിക്കൂർ എന്നിട്ട് നമ്മളത് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ട് ഒരു തൊട്ടിയിൽ വെച്ചേക്കണതാണിത്. ഇനി നമുക്ക് ഇത് വറുക്കാനായിട്ടുള്ള മുളക് പൊടി ഉപ്പ് പൊടി ഒക്കെ എത്ര വേണമെന്ന് നോക്കാം. നമുക്ക് 2 പാവയ്ക്കയ്ക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് കഷ്ണത്തിൻ്റെ അനുസരിച്ച് നമുക്ക് പാവയ്ക്കയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിടാം. ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ കഷ്ണങ്ങൾക്കുമൊക്കെ ഈ മഞ്ഞളും ഉപ്പും മുളക് പൊടിയൊക്കെ പിടിക്കണം. മിക്സ് ചെയ്തു നമ്മൾ. എന്നിട്ട് ഇത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇതുമ്മ പിടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇത് വെളിച്ചെണ്ണയിൽ വറക്കാൻ പോകുന്നത്. പാൻ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 2 കഷ്ണം ഇടാം. രണ്ട് വേപ്പിൻ്റെ ഇല നമ്മൾ ഇട്ട് കൊടുത്തത് ഇത് വറക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാനും പിന്നെ നല്ല കറിവേപ്പിലയുടെ സ്മെല്ല് നമ്മൾ ഇത് വറുത്ത് കഴിയുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് വറക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് നന്നായിട്ട് എല്ലാ സ്ഥലത്തും വെളിച്ചെണ്ണ വന്നതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊന്ന് നമ്മൾ ഇറക്കി കൊടുക്കണം. പാകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കൊടുത്തില്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും. അപ്പോൾ 2 വശം ശരിക്ക് വേണമല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മൾ ഇറക്കി കൊടുക്കണമെന്ന് പറയുന്നത്. അധികം അങ്ങോട്ട് ഫ്രൈ ആവാൻ പാടില്ല. അപ്പോൾ കരിഞ്ഞ ചുവ വരും. ഇങ്ങനെ നമ്മൾ പാവയ്ക്ക വറക്കുമ്പോൾ ഒട്ടും കയ്പുണ്ടാവില്ല. നല്ല ടേസ്റ്റിയാണ്. ഇത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. റെഡിയായി. നമ്മളിത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. വെളിച്ചെണ്ണ വാലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ച് വെക്കണം അല്പം നേരം. അപ്പോൾ ഉള്ള വെളിച്ചെണ്ണയൊക്കെ കഷ്ണത്തിനോ പിടിച്ച വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് പൊക്കോളും. നമ്മൾ പാവയ്ക്ക വറുത്തത് ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം നമുക്ക്. പിന്നെ നമ്മളിത് ഇപ്പോൾ കാലത്ത് വറുത്ത് വയ്ക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു ടിന്നിൽ, എയർ വെക്കാത്ത ടിന്നിൽ ആറിയതിന് ശേഷം ഇട്ട് വയ്ക്കണം. അപ്പോൾ നല്ല ആ ക്രിസ്പിനെസ് നഷ്ടപ്പെടാതിരിക്കും.